അപ്പോൾ ഇനിയൊരു ചോദ്യം. 14ാം രാവുദിച്ചല്ലോ, ഭരണഘടനയുടെ 14ാം ഭാഗത്തേക്ക് നമ്മൾ എത്തിയല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഉദ്യോഗാർത്ഥികൾ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മുടെ കേരള ഭരണ സംവിധാനം. നമുക്കാകട്ടെ ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവട്ടെ, ഇനി വരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മളുടെ ബെപ്കോയിലെ LDC വരുന്നുണ്ട്, SIയുടെ മെയിൻ പരീക്ഷ വരുന്നു. ഇവിടെയൊക്കെ കേരള ഭരണ സംവിധാനം അനിവാര്യമാണ്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൽ പോലും കേരള ഭരണ സംവിധാനത്തിലെ പ്രസക്തമായ ടോപ്പിക്കുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ ഇതെങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ളതാവുക? നിങ്ങൾ ഈ വീഡിയോ ആദ്യാവസാനം ഒന്ന് കണ്ടു നോക്കൂ. നമ്മളിവിടെ കേരള ഭരണ സംവിധാനത്തിൽ കേരള സിവിൽ സർവീസിലൂടെ, ഭരണഘടനാ സ്ഥാപനങ്ങളിലൂടെ, മറ്റ് കമ്മീഷനുകളിലൂടെ, ദുരന്ത നിവാരണ അതോറിറ്റിയിലൂടെ, തണ്ണീർത്തടങ്ങളിലൂടെ, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് സ്കീംസിലൂടെ, അതുപോലെ ഭൂപരിഷ്കരണങ്ങളിലൂടെ, ക്ഷേമ പദ്ധതികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവയൊക്കെ നമ്മൾ ആർജിച്ചിരിക്കേണ്ട ആവശ്യമായ അറിവുകളാണ്. ഇവ സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കിയാൽ ഒരിക്കലും മറക്കുകയുമില്ല. അത് ഉറപ്പാണ് കേട്ടോ. നോക്കൂ, താഴെ പറയുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ സിവിൽ സർവീസിനെ നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഓൾ ഇന്ത്യ സർവീസാണ്, രണ്ടാമത്തത് സെൻട്രൽ സിവിൽ സർവീസാണ്, മൂന്നാമത്തത് സ്റ്റേറ്റ് സിവിൽ സർവീസാണ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു സംശയമില്ല കേട്ടോ. അവിടെ IAS ഉണ്ട്, IPS ഉണ്ട്, IFOS ഉണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന IASഉം, ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന IPSഉം, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന IFSഉം അതിലുണ്ട്, IFOSഉം ഉണ്ട്, അതിലുണ്ട്. പിന്നെ സെൻട്രൽ തലത്തിൽ വരുന്ന മറ്റ് സർവീസുകളെല്ലാം സെൻട്രൽ സർവീസ് ആണല്ലോ. ഗ്രൂപ്പ് എയിൽ വരുന്ന IFS, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസ്, IRS, IAS അല്ല IAAS, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് എന്ന് പറയും, IRTS, IDAS, IIS, ഇങ്ങനെ പോകുന്ന സർവീസുകൾ. ഗ്രൂപ്പ് VL, CSS, AFHQ, റെയിൽവേ ബോർഡ്, സെക്രട്ടേറിയറ്റ് എന്നിങ്ങനെ പോകുന്നു. ഗ്രൂപ്പ് CL ക്ലറിക്കൽ സർവീസുകളാണ് സെൻട്രൽ തലത്തിലുള്ളവ വരുന്നത്. ഗ്രൂപ്പ് Dയിൽ മാനുവലായിട്ടുള്ള സർവീസ് വരുന്നു. അപ്പോൾ 2 തരംതിരിവുകൾ കഴിഞ്ഞു. ഇവിടെ ഓൾ ഇന്ത്യ സർവീസിലേക്ക് നിയമനം നടത്തുന്നത് ഗവൺമെൻറ് ആണ്, പക്ഷേ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. സെൻട്രൽ സർവീസിലും നിയമനം നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് UPSC ഉണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ചില സ്ഥലങ്ങളിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ട്, ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസാണ്. സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ തമിഴ്നാട് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്, ആന്ധ്ര സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്, ഇങ്ങനെയുള്ള സിവിൽ സർവീസുകളാണ്. ഇങ്ങനെ 3ആയി തരംതിരിക്കുന്നു. ഈ തരംതിരിവുകളെ വെച്ചുകൊണ്ടാണ് നമ്മളോട് ആ ചോദ്യം ചോദിച്ചത്. ഈ തരംതിരിവിന് എന്താണ് കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ട്? ആദ്യം തന്നെ അഖിലേന്ത്യാ സർവീസുകൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. IAS, IPS, പിന്നെ എന്തായിരുന്നു? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. നോക്കൂ, ഇവിടെ നമുക്ക് ആദ്യം അഖിലേന്ത്യാ സർവീസുകളെ നമുക്കൊന്ന് ഇയർമാർക്ക് ചെയ്യാം. ഏതാണ്? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്, ഇന്ത്യൻ പോലീസ് സർവീസ് ഉണ്ട്. അപ്പോൾ അഖിലേന്ത്യാ സർവീസിന് നേരെ നമുക്ക് എഴുതാവുന്നത്, നമുക്ക് ഓപ്ഷൻ വയ്ക്കാവുന്നത് ഏതാണ്? 2ഉം 5ഉം, സംശയമില്ല. ഇനി കേന്ദ്ര സർവീസ് എടുക്കാം. അവിടെ തപാൽ സർവീസ് കേന്ദ്ര സർവീസാണ്, റെയിൽവേ സർവീസ് കേന്ദ്ര സർവീസാണ്. അപ്പോൾ 1ഉം 4ഉം നമ്മൾ കേന്ദ്ര സർവീസിലേക്ക് വിട്ടു. അതിനനുസരിച്ച് നമുക്ക് ഓപ്ഷൻ എടുത്താൽ മതിയല്ലോ. ഞാൻ ഇവിടെ എല്ലാം കൂടെ എഴുതി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് കരുതിയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കാഞ്ഞത്. പിന്നെ സംസ്ഥാന സർവീസിൽ ഇവിടെ വരുന്നത് വിൽപ്പന നികുതിയാണ്, വിൽപ്പന നികുതി, പിന്നെ അഗ്രികൾച്ചർ, ട്രഷറി, ഇല്ലേ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മളുടെ സ്റ്റേറ്റ് സർവീസിലാണ് വരിക. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് സർവീസിൽ ഇതെടുത്ത് എഴുതി. ഇത് കാണുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് എഴുതാൻ കഴിയും, വളരെ സുന്ദരമായി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ സിവിൽ സർവീസ് എന്ന് കേട്ടാൽ എന്തിനു പേടിക്കണം? സിവിൽ സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസിന് 3 ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അവിടെ IAS ഉണ്ട്, IPS ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. സെൻട്രൽ സർവീസുകൾ, അതൊഴികെയുള്ളവയെല്ലാം സെൻട്രൽ സർവീസുകളാണെന്ന് പറഞ്ഞു. പിന്നെ സംസ്ഥാന സിവിൽ സർവീസുകൾ ഒന്നാണ് നമ്മുടെ കേരള
കേരള സിവിൽ സർവീസ്. ആ കേരള സിവിൽ സർവീസിന് 2 ഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയണം, വ്യക്തമായിട്ട് അറിയണം. ഏതൊക്കെയാ കുഞ്ഞുങ്ങളെ? കേരള സ്റ്റേറ്റ് സർവീസ്, കേരള സബോർഡിനേറ്റ് സർവീസ്. ഇപ്പം നിങ്ങൾ ഓർക്കും, നിങ്ങൾക്ക് LDC ആയിട്ട് സെലക്ഷൻ കിട്ടി. അപ്പോഴും നിങ്ങൾ പറയും എനിക്ക് സ്റ്റേറ്റ് സർവീസിലേക്ക്, കേരള സ്റ്റേറ്റ് സർവീസിലേക്ക് കിട്ടി. നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സർവീസിലേക്കല്ല നിയമനം കിട്ടിയത്, നിങ്ങൾക്ക് നിയമനം കിട്ടിയത് കേരള സബോർഡിനേറ്റ് സർവീസിലേക്കാണ്. കാരണം എന്താ? അതൊരു നോൺ ഗസറ്റഡ് കേഡറാണ്. അതൊക്കെ നോൺ ഗസറ്റഡ് കേഡറിലുള്ളതെല്ലാം കേരള സബോർഡിനേറ്റ് സർവീസിലാണ് വരിക, 3ഉം 4ഉം ക്ലാസ്സിൽ വരുന്നത്. പക്ഷേ കാസ് പോലെയുള്ള, നമ്മളുടെ സർക്കിൾ ഇൻസ്പെക്ടർ പോലെയുള്ള ഗസറ്റഡ് തസ്തികളൊക്കെ എവിടെ വരിക? കേരള സ്റ്റേറ്റ് സർവീസിലാണ് വരിക. അപ്പോൾ രണ്ട് തരംതിരിവാണ് കുഞ്ഞുങ്ങളെ. കേരള സ്റ്റേറ്റ് സർവീസ്, കേരള സബോർഡിനേറ്റ് സർവീസ്. ഇനി കേരള സ്റ്റേറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? 1, 2 ക്ലാസ് ഇത് ഗസറ്റഡ് ഓഫീസേഴ്സാണ്. നമുക്ക് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് എന്ന് പറയുന്ന ഒരു ചട്ടമുണ്ട്. ആ ചട്ടത്തിൽ എങ്ങനെയാണ് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, 2ആയി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കേരള സ്റ്റേറ്റ് സർവീസ്, കേരള സബോർഡിനേറ്റ് സർവീസ്. അതിന് സ്റ്റേറ്റ് സർവീസിൽ ഈ ചട്ടങ്ങളുടെ അവസാനം ഷെഡ്യൂൾ 1 സ്റ്റേറ്റ് സർവീസുകളെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ അവർ നമുക്ക് തന്നിട്ടുണ്ട്, 60ഓളം സർവീസുകൾ. അവിടെ കാസുണ്ട്, കേരള അഗ്രികൾച്ചർ സർവീസ് ഉണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ് സർവീസാണ്, ഗസറ്റ് ഓഫീസേഴ്സ് ഇറങ്ങുന്ന സർവീസാണ്. കേരള അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ആൻഡ് സെയിൽ ടാക്സ് സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും, അപ്പോൾ അഗ്രികൾച്ചറിൽ നോൺ ഗസറ്റ് ഉദ്യോഗസ്ഥരില്ലേ സാറേ എന്ന് ചോദിക്കും. ഈ അഗ്രികൾച്ചറിലെ നോൺ ഗസറ്റ് ഓഫീസേഴ്സ് ഇല്ലേ, 3ഉം 4ഉം കാറ്റഗറി വരുന്നവരില്ലേ, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവീസ് കേരള അഗ്രികൾച്ചറൽ സബോർഡിനേറ്റ് സർവീസ് എന്നറിയപ്പെടും. പക്ഷേ ഗസറ്റ് ഓഫീസേഴ്സ് ഉൾപ്പെടുന്ന എന്ത് പേരിൽ അറിയപ്പെടും? കേരള അഗ്രികൾച്ചർ സർവീസ് എന്ന് തന്നെ അറിയപ്പെടും. സബോർഡിനേറ്റ് വരുമ്പോൾ അവിടെ ഒരു സബോർഡിനേറ്റ് ചേർക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് സർവീസ് സെലക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ കേരള സബോർഡിനേറ്റ് സർവീസാണ്. കേരള സബോർഡിനേറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 3, ക്ലാസ് 4 അവർ നോൺ ഗസറ്റഡ് ആണ്. ഇപ്പോൾ LDC ആയിട്ട് കയറി കഴിഞ്ഞാൽ LDC, UDC, ഹെഡ് ക്ലാർക്ക്, ജൂനിയർ സൂപ്രണ്ട്, ഇതുവരെ നമ്മൾ നോൺ ഗസറ്റഡ് കേഡറിലാണ്. അപ്പോൾ നമ്മൾ സബോർഡിനേറ്റ് സർവീസിലാണ്. സീനിയർ സൂപ്രണ്ട് അല്ലെങ്കിൽ ലേ സെക്രട്ടറി ആകുമ്പോഴേക്കും നമ്മൾ എവിടെ എത്തി? സ്റ്റേറ്റ് സർവീസിലെത്തി. പിന്നെ അതിന് മേളിലോട്ടുള്ളതെല്ലാം സ്റ്റേറ്റ് സർവീസാണ്. അപ്പോൾ സബോർഡിനേറ്റ് സർവീസ് 3ഉം 4ഉമാണ്. അവിടെ നമുക്ക് ഈ സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റ് സർവീസും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇതുള്ളൂ. ആ തന്നിരിക്കുന്നതിൽ സബോർഡിനേറ്റ് എന്ന വാക്കുണ്ടോ? ഇതിവിടെ കണ്ടോ, ദ കേരള അഗ്രികൾച്ചറൽ സബോർഡിനേറ്റ് സർവീസ്. ഇത് സബോർഡിനേറ്റ് സർവീസാണ്, കാരണം സബോർഡിനേറ്റ് ഉണ്ട്. പക്ഷേ കേരള അഗ്രികൾച്ചർ സർവീസ് എന്നാണ് കിടന്നിരുന്നെങ്കിൽ അതെന്താണ്? അത് സ്റ്റേറ്റ് സർവീസാണ്. ദ കേരള അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ആൻഡ് സെയിൽ ടാക്സ് സബോർഡിനേറ്റ് സർവീസ്, ഇവിടെ സബോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ അത് സബോർഡിനേറ്റ് സർവീസാണ്. ഈ സബോർഡിനേറ്റ് എന്ന വാക്കില്ലായിരുന്നെങ്കിൽ അത് എന്തായേനെ? അത് സ്റ്റേറ്റ് സർവീസ് ആയേനെ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നേ? ഞാനീ പറഞ്ഞത് എന്താ മനസ്സിലായത്? സബോർഡിനേറ്റ് സർവീസുകളിൽ ഭൂരിഭാഗത്തിനും സബോർഡിനേറ്റ് എന്ന വാക്കുണ്ടാകും. എന്നാൽ സബോർഡിനേറ്റ് എന്ന വാക്കില്ലാത്ത സബോർഡിനേറ്റ് സർവീസുകളില്ലേ? ഉണ്ട്. ഏതൊക്കെയാണത്? കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, അത് കേൾക്കുമ്പോൾ തന്നെ സബോർഡിനേറ്റ് എന്നില്ലെങ്കിലും ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ക്ലാസ് 4 ആണെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? പിന്നെ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, ജുഡീഷ്യറിയിലുള്ള ക്ലറിക്കൽ സ്റ്റാഫിനെ ഉൾക്കൊള്ളുന്നതാണ് കേരള ജുഡീഷ്യൽ സർവീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ജുഡീഷ്യൽ സർവീസ് അല്ല, മിനിസ്റ്റീരിയൽ എന്നുള്ള വാക്ക് കാണുമ്പോഴും അവിടെ സബോർഡിനേറ്റ് എന്നുണ്ടെന്ന് ഓർക്കുക. പിന്നെ കേരള പാർട്ട് ടൈം കണ്ടിജന്റ് എംപ്ലോയീസ് സർവീസ്, പാർട്ട് ടൈം കണ്ടിജൻസ് താഴെയുള്ളതാണെന്ന് അറിയാം. അപ്പോൾ അതും സബോർഡിനേറ്റ് സർവീസാണ്. അപ്പോൾ ഈ 3 പേരെന്ന് ഓർത്തിരുന്നാൽ ബാക്കി സബോർഡിനേറ്റ് വരുന്നതെല്ലാം സബോർഡിനേറ്റ്, പിന്നെ സബോർഡിനേറ്റ് ഇല്ലാത്ത ഈ 3 സർവീസുകളും സബോർഡിനേറ്റ്, ബാക്കിയെല്ലാം സ്റ്റേറ്റ് സർവീസ്. ഇത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വലിയ കാര്യമൊന്നുമില്ലെന്നേ. നിങ്ങൾ ഇതൊന്നും അറിയാതെ ഒരു റാങ്ക് ഫയലും വായിച്ചുകൊണ്ടിരുന്നാലൊന്നും ഇത് മനസ്സിലാവില്ല. ഞാനിതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്. അത് മനസ്സിലായൊന്നും നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കടാ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സർവീസാണ് കേരള സിവിൽ സർവീസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ 1960 ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത്? ഞാൻ പറഞ്ഞില്ലേ ഈ നിയമം ഏതാ? കേരള സിവിൽ സർവീസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ. നമുക്കെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്ന ഈ ചട്ടം അനുസരിച്ചാ, ഈ സർവീസിനെ വർഗീകരിക്കുന്നത് ഈ ചട്ടം അനുസരിച്ചാ, അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആരെന്ന് പറയുന്നത് ഈ സർവീസ് അനുസരിച്ചാ, ഈ ചട്ടം അനുസരിച്ചാ. അവിടെ ഷെഡ്യൂൾ 1 എന്തിനെ പറ്റി പറയുന്നു? ഷെഡ്യൂൾ 1 സ്റ്റേറ്റ് സർവീസിനെ പറ്റി പറയുന്നു. ഷെഡ്യൂൾ 2 സബോർഡിനേറ്റ് സർവീസിനെ പറ്റി പറയുന്നു. ഷെഡ്യൂൾ 1 പറയാത്തത് എവിടെ ഉണ്ടാകും? ഷെഡ്യൂൾ 2 ഉണ്ടാകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ? ഈ സബോർഡിനേറ്റ് സർവീസിൽ വരുന്ന സർവീസ് ഏതാണ് താഴെ പറയുന്നതിൽ? ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി.
ഇനി നമ്മൾ പഠിച്ചൊരു പാഠമുണ്ട്. ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഇതാണ്, സബോർഡിനേറ്റ് എന്ന് വരുന്നതെല്ലാം സബോർഡിനേറ്റ് സർവീസ്. നമ്മൾ നോക്കി കേരള അഗ്രികൾച്ചറൽ സബോർഡിനേറ്റ് സർവീസ്, അത് സബോർഡിനേറ്റ് ആണ് മക്കളെ. ഇനി നമ്മൾ പഠിച്ചു സബോർഡിനേറ്റ് എന്നില്ലാത്തതാണെങ്കിലും കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് എന്ന് വന്നാൽ, പാർട്ട് ടൈം കണ്ടിജന്റ് എംപ്ലോയീസ് എന്ന് വന്നാൽ, LGS ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എന്ന് വന്നാൽ അത് സബോർഡിനേറ്റ് സർവീസാണ്. നമുക്ക് നോക്കാം. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് നമ്മൾ പറഞ്ഞ ആ പട്ടിക വന്നില്ലേ, ആ 3 എണ്ണത്തിൽ ഒരെണ്ണമായിട്ട് വന്നില്ലേ, അപ്പോൾ അത് സബോർഡിനേറ്റ് ആണ്. കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ്, പക്ഷേ അത് സബോർഡിനേറ്റ് അല്ല, സ്റ്റേറ്റ് സർവീസ് ആണ്. കേരള ക്രിമിനൽ ജുഡീഷ്യൽ സബോർഡിനേറ്റ് സർവീസ് എന്ന് പറഞ്ഞാലേ സബോർഡിനേറ്റ് ആകൂ. ഈ ജുഡീഷ്യൽ വരുമ്പോൾ ആ ജുഡീഷ്യലിക്ക് മുമ്പ് സിവിലും ക്രിമിനലും ഒന്നും ഉണ്ടാകത്തില്ല, അതിൻ്റെ വാലായിട്ട് മിനിസ്റ്റീരിയൽ ഉണ്ടാകും. അപ്പോഴതിനെ സബോർഡിനേറ്റ് സർവീസ് ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഇതല്ല, ഇത് സ്റ്റേറ്റ് സർവീസ് ആണ്. പിന്നെ കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള കണ്ടിജന്റ് സർവീസ്. അപ്പോൾ ഒരെണ്ണത്ത് മാത്രമേ ഇവിടെ സ്റ്റേറ്റ് സർവീസ് ഉള്ളൂ, അതിനെ അങ്ങ് ഒഴിവാക്കൂ. ബാക്കി സബോർഡിനേറ്റ് സർവീസുകളെ പറ്റി പറയൂ. നമ്മുടെ ഉത്തരം സ്പഷ്ടം, വ്യക്തം. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലേ. 1 കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, 2 സ്റ്റേറ്റ് സർവീസിൽ വരുന്നു, കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് സബോർഡിനേറ്റ് സർവീസിൽ വരുന്നു, കേരള പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ് സബോർഡിനേറ്റ് സർവീസിൽ വരുന്നു, കേരള അഗ്രികൾച്ചർ സബോർഡിനേറ്റ് സർവീസ് അത് സബോർഡിനേറ്റ് സർവീസിൽ വരുന്നു. ഇനി അഥവാ കേരള അഗ്രികൾച്ചർ സർവീസ് എന്നാണ് കിടന്നിരുന്നതെങ്കിൽ നമ്മളതിൻ്റെ സ്റ്റേറ്റ് സർവീസിൽ എടുക്കൂ, സബോർഡിനേറ്റ് ഇല്ലല്ലോ. അപ്പം ഇത്ര മാത്രം നിസ്സാരമായിട്ടൊരു കാര്യമാണ് മക്കളെ. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലല്ലേ സാർ ഇങ്ങനെ പറഞ്ഞേ, തസ്തിക വൈസ് എടുത്ത് ചോദിച്ചാൽ എങ്ങനെ പറയും? നിങ്ങൾക്ക് മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടുവരിക, നോക്കാം. നമുക്കെല്ലാം പറ്റിയല്ലേ പറ്റൂ. താഴെ പറയുന്നവയിൽ കേരള സിവിൽ സർവീസിലെ ലാൻഡ് റവന്യൂ വകുപ്പിൽ സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടുന്ന തസ്തികകളേവ. ലാൻഡ് റവന്യൂ വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കളക്ടറുടെ കീഴിലുള്ളൊരു വകുപ്പാണേ, നമ്മളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വകുപ്പാണ്. നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയാൽ അത് റവന്യൂ വകുപ്പാണ്. ആ വകുപ്പിൽ സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടുന്ന തസ്തികകൾ ഏവ എന്നാണ് തരംതിരിക്കേണ്ടത്. അപ്പോഴവിടെയാണ് നിങ്ങൾ അവിടെ ഗസറ്റഡ് തസ്തിക എവിടെ മുതൽ വരുന്നു, ക്ലാസ് 1 ക്ലാസ് 2 തസ്തികകൾ ഏതൊക്കെയാണ് അത് കണ്ടെത്തി എഴുതണം. അവിടെ ഞാൻ നിങ്ങളെ രസകരമായ ഒരു കാര്യത്തിലൂടെ അത് പഠിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അയാൾ കഥ എഴുതുകയാണ്. മോഹൻലാലിൻ്റെ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത അഭിനയം. ഗീതയായിരുന്നു നായിക, ശ്രീനിവാസൻ തഹസീൽദാരാണ്, ഗീത തഹസീൽദാരാണ്. ഗീത തഹസീൽദാരായി ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി വരുന്ന ശ്രീനിവാസൻ എന്ന തഹസീൽദാർ ഗീത സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല. മോഹൻലാൽ അവിടെ ഈ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയുള്ള കഥ എഴുതാൻ എത്തുന്നു. അവിടെ രസകരമായ ഒരു സിനിമ ഉദയം ചെയ്യുകയാണ്. ഈ ഗീതയെപ്പറ്റി, ആ ഒരു തഹസീൽദാരെ പറ്റി ഒരു കഥ ഈ പൈങ്കിളി സാഹിത്യകാരനായ മോഹൻലാൽ എഴുതുമ്പോൾ അദ്ദേഹം ആ കഥയ്ക്ക് കൊടുത്ത പേര് ഗസറ്റഡ് യക്ഷി. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഗസറ്റഡ് യക്ഷി എന്ന് പേര് കൊടുത്തത്? അവരൊരു ഗസറ്റഡ് ഓഫീസറാണ്, തഹസീൽദാർ. ഇത് നിങ്ങൾ മറക്കാതിരിക്കുക കുഞ്ഞുങ്ങളെ. നമ്മുടെ റവന്യൂ വകുപ്പ് നമ്മളുടെ ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വകുപ്പാണ്. അവിടെ തഹസീൽദാർ എന്ന് പറയുന്ന താലൂക്ക് ഓഫീസർ മുതൽ മുകളിലേക്ക്, തഹസീൽദാർ കഴിഞ്ഞാൽ തഹസീൽദാർ സ്പെഷ്യൽ ഗ്രേഡ് ഉണ്ട്, അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്, ഡെപ്യൂട്ടി കളക്ടർ ഹയർ ഗ്രേഡ് ഉണ്ട്. ഈ ഉദ്യോഗസ്ഥരെല്ലാം ഗസറ്റഡ് ഓഫീസേഴ്സ് ആണ്, സ്റ്റേറ്റ് സർവീസിലുള്ളവരാണ്. അതിന് താഴോട്ട് ഡെപ്യൂട്ടി തഹസീൽദാർ അല്ലെങ്കിൽ ജൂനിയർ സൂപ്രണ്ട്, വില്ലേജ് ഓഫീസർ, ഹെഡ് ക്ലാർക്കിൻ്റെ തസ്തികയിലുള്ളതാണ്. UD ക്ലാർക്ക്, LD ക്ലാർക്ക് അല്ലെങ്കിൽ വില്ലേജ് അസിസ്റ്റന്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അവിടുത്തെ ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, ഇവരെല്ലാം സബോർഡിനേറ്റ് സർവീസിലുള്ളവരാണ്. അപ്പോൾ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ ഗസറ്റഡ് യക്ഷിയിലൂടെ, അവിടെ തഹസീൽദാരായിരുന്ന ഗീത എന്ന ഗസറ്റ് യക്ഷിയിലൂടെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ്. ആ തസ്തികകൾ ഏതാ? തഹസീൽദാർ മുതൽ മുകളിലേക്ക് തഹസീൽദാർ, അതിന് മുകളിൽ ഡെപ്യൂട്ടി കളക്ടർ. ഡെപ്യൂട്ടി തഹസീൽദാരും വില്ലേജ് ഓഫീസറും സബോർഡിനേറ്റ് സർവീസാണ്, നോൺ ഗസറ്റാണ്. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന കാര്യം, വില്ലേജ് ഓഫീസർ കിടക്കുമ്പോൾ നമ്മളവർക്കും ഗസറ്റ് ഓഫീസറാണ്, ഒരു ഓഫീസിൻ്റെ തലവനും അല്ലേ എന്നൊക്കെ കരുതും. പക്ഷേ ഈ വില്ലേജ് ഓഫീസറും അദ്ദേഹത്തിന് മുകളിലുള്ള ഡെപ്യൂട്ടി തഹസീൽദാരും സബോർഡിനേറ്റ് സർവീസാണ്.
കാരണം അത് ഗ്രൂപ്പ് പിന്നെ 3-ൽ ക്ലാസ് 3-ൽ വരുന്ന സർവീസുകളാണ് കേട്ടോ. ക്ലാസ് 2-ൽ വരുന്ന സർവീസാണ് തഹസീൽദാർ, ക്ലാസ് 1-ൽ വരുന്ന സർവീസാണ് ഡെപ്യൂട്ടി കളക്ടർ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഉത്തരം കിട്ടുക? 1ഉം 2ഉം മാത്രമാണ് സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? പറ്റുന്നെങ്കിൽ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം കേട്ടോ. വളരെ രസകരമായൊരു സിനിമയാണ്, നമുക്ക് ആവർത്തിച്ച് കാണാൻ തോന്നും. കാര്യം വ്യക്തമല്ലേ? അപ്പൊ ഇവിടെ ഗസറ്റഡ് യക്ഷി വന്നത് തഹസീൽദാർ മുതൽ. നമ്മളൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഗസറ്റഡ് യക്ഷിയോ യക്ഷനോ വരുന്നത് എവിടം തൊട്ടാണെന്നറിയോ? സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ. സർക്കിൾ ഇൻസ്പെക്ടർ, DYSP, അങ്ങനെ അങ്ങോട്ടുള്ളവരെല്ലാം ഗസറ്റഡ് ഓഫീസേഴ്സാണ്. അവർ സ്റ്റേറ്റ് സർവീസാണ്. സർക്കിൾ ഇൻസ്പെക്ടർക്ക് താഴെ, സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള ഇപ്പോൾ ഇൻസ്പെക്ടർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, അതിന് താഴെ സബ് ഇൻസ്പെക്ടർ, ഹെഡ് കോൺസ്റ്റബിൾ, ASI, പിന്നെ പോലീസ്, സാധാ പോലീസ്, അവരെല്ലാം എന്താണ്? സബോർഡിനേറ്റ് സർവീസാണ്. അങ്ങനെ നമ്മളങ്ങ് ഓർത്ത് പോയാൽ മതി. പിന്നെ നമ്മളുടെ ഇപ്പോൾ സെയിൽ ടാക്സ് സർവീസ് ഉണ്ട്, GST സർവീസാണ്. അവിടെ നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, പണ്ടത്തെ സെയിൽ ടാക്സ് ഓഫീസർ ഉണ്ട്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ മുതൽ മുകളിലോട്ടുള്ളവരെല്ലാം ക്ലാസ് 2, ക്ലാസ് 1 ഇങ്ങനെ പോകും. ബാക്കിയുള്ളവർക്ക് ക്ലാസ് 3 അസിസ്റ്റന്റ് സെയിൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറൊക്കെ എന്തിനാണ് വരിക? സബോർഡിനേറ്റ് സർവീസിലേക്കാണ് വരിക. ഇങ്ങനെയുള്ള വളരെ പരിചിതമായ കാര്യങ്ങളെ അവരെടുത്ത് ചോദിക്കാറുള്ളൂ. പിന്നെ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ പണ്ട് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ആരായിരുന്നു? നോൺ ഗസറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ ഗസറ്റഡ് ആണ്. പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ കമ്മീഷണർ, ഇവർ മുതലൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മുകളിലോട്ടുള്ളവരെല്ലാം ഗസറ്റഡ് ആണ്, അവർ സ്റ്റേറ്റ് സർവീസാണ്. അതിന് താഴേക്ക് വരുന്നവരൊക്കെ എന്താണ്? അവരൊക്കെ നോൺ ഗസറ്റഡുമാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് ഞാൻ പറയുന്നു. അതിന് ആ സിനിമയോട് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ചോദ്യം: സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന അനുച്ഛേദം ഏത്? കുട്ടികളെ, ഞാൻ നിങ്ങളോട് ഇതിനെ സംബന്ധിച്ച് കേരള ഭരണ സംവിധാനം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു 4 ഭരണഘടനാ ആർട്ടിക്കിളുണ്ട് കേട്ടോ. 309, 310, 311, 312. ഒരു കാരണവശാലും ഇത് പഠിക്കാൻ എനിക്ക് സമയമില്ല എന്ന് നിങ്ങൾ പറയരുത്. അതിൽ 311 ഇതാണ്. എന്താണ്? ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതിൻ്റെ ഉത്തരം 311. എങ്ങനെയാ ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം വഹിക്കുന്ന തസ്തികയിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹത്തെ നിയമിച്ച ഉദ്യോഗസ്ഥന്റെ കാറ്റഗറിയിലുള്ള ആളിനോ അതിനു മുകളിലുള്ള ആളിനോ സാധ്യമാവൂ, അല്ലാതുള്ളവർക്ക് പറ്റില്ല. ഇത് ഭരണഘടനാപരമായ ഒരു സുരക്ഷയാണ്. അതുകൊണ്ടാണ് ഭരണഘടനാപരമായ സുരക്ഷ നൽകുന്ന വകുപ്പായി 311 മാറിയത്. ഇതെല്ലാം നമ്മുടെ ഭരണഘടനയിൽ എവിടാ വരിക? പാർട്ട്, ആർക്കെങ്കിലും പറയാമോ? പാർട്ട്, ഒരു സിനിമയുടെ പാട്ട് ഓർത്താൽ മതി. 14 രാവ് ഉദിച്ചത് മാനത്തോ കല്ലായിക്കടവത്തോ, പാർട്ട് 14. 14 രാവ് ഉദിച്ചത് 14, പാർട്ട് 14. 309 എടുത്താൽ എൻ്റെ കുഞ്ഞുങ്ങളെ, നമുക്കിപ്പോൾ കേന്ദ്ര സർവീസ് ആണെങ്കിൽ, അഖിലേന്ത്യാ സർവീസ് ആണെങ്കിൽ അതിനെപ്പറ്റി ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് ചട്ടങ്ങൾ, സബോർഡിനേറ്റൈസേഷൻ, നിയമങ്ങൾ, പാർലമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കണം. ഇതിനൊക്കെ അധികാരം കൊടുക്കുന്നത്, സിവിൽ സർവീസിനെ പറ്റി നിയമങ്ങൾ ഉണ്ടാക്കാൻ പാർലമെന്റിനും പിന്നെ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പ്രസിഡന്റിനും അധികാരം കൊടുക്കുന്നത് 309. ഇനി നമ്മുടെ ടെനുവർ ഓഫ് സർവീസ്, നമ്മൾ സർവീസിൽ പ്രവേശിച്ചാൽ നമ്മുടെ കാലാവധി എന്തിനനുസരിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ സർവീസിൽപ്പെട്ട ആളാണെങ്കിലും സെൻട്രൽ സർവീസിൽപ്പെട്ട ആളാണെങ്കിലും എന്തിനനുസൃതമായിട്ടാണ്? പ്ലഷർ ഓഫ് പ്രസിഡന്റ്. സംസ്ഥാന സിവിൽ സർവീസ് ആണെങ്കിൽ പ്ലഷർ ഓഫ് ഗവർണർ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സന്തോഷത്തിനനുസരിച്ച്, ഗവർണറെ സന്തോഷത്തിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ ഓർക്കോ, ഗവർണർക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് തുടരാവില്ലേ, 60 വയസ്സ് കഴിഞ്ഞാൽ തുടരാം? അങ്ങനല്ല. അപ്പോൾ അവർ തീരുമാനിക്കും, അവർ ചട്ടം ഉണ്ടാക്കിയിട്ട് ഇത്ര വയസ്സാണ് റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയും. അതുകൊണ്ട് ഇതൊരു പേരിൽ അറിയപ്പെടും കേട്ടോ, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. എന്താ കുഞ്ഞുങ്ങളെ? ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്നറിയപ്പെടുന്നത് ഈ 310 കേട്ടോ. അത് ടെനുവർ ഓഫ് സർവീസാണ്. പിന്നെ വരുന്നത് 311 311 എന്താണ്? ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നു. പിന്നെ വരുന്നത് 312 കേട്ടോ. ഈ 312 എന്താ പറയുന്നേ?
ഓൾ ഇന്ത്യ സർവീസസിനെ പറ്റി പറയുന്നു കുഞ്ഞുങ്ങളെ. ഓൾ ഇന്ത്യ സർവീസസ് കേട്ടോ, ഓൾ ഇന്ത്യ സർവീസസ്. അതായത് പുതിയ ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടാക്കണമെങ്കിൽ 312(1) പ്രകാരം രാജ്യസഭ 2/3 ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടാൽ പാർലമെന്റിന് നിയമം നിർമ്മിക്കുകയും അതിനനുസരിച്ച് പുതിയ ഓൾ ഇന്ത്യ സർവീസ് സൃഷ്ടിക്കുകയും ചെയ്യാമെന്ന് 312(1) പറയുന്നു. 312(2) പറയുന്നത് എന്താണ്? നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന 2 ഓൾ ഇന്ത്യ സർവീസുകൾ ഉണ്ട്, IAS ഉം IPS ഉം. IFOS പിന്നീടാണ് വന്നത്. ആ IAS ഉം IPS ഉം പാർലമെന്റ് പാസ്സാക്കിയ ഓൾ ഇന്ത്യ സർവീസുകളായി കണക്കാക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസിനെ പറ്റിയാണ് 312. ഇത് ഇത്രയും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ മക്കളെ. അപ്പോൾ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന അനുച്ഛേദം 311 അനുച്ഛേദം ഭരണഘടനയുടെ ഏത് ഭാഗത്താ? 14ാം രാവ് ഉദിച്ചത്. ഓർക്കുന്നുണ്ടല്ലോ, 14ാം ഭാഗത്ത്. അപ്പോൾ ഭരണഘടനാ ഭാഗം 14 നമുക്കറിയാം ആർട്ടിക്കിൾ തുടങ്ങുന്ന 8 തൊട്ടാണ്, 23 അവസാനിക്കുന്നത്. 8 മുതൽ 13 വരെ സിവിൽ സർവീസിനെ പറ്റി പറയുന്നു. 15 മുതൽ 23, 15 കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. 8 അല്ല 308 കേട്ടോ. 308 മുതൽ 313 വരെ സിവിൽ സർവീസിനെ പറ്റി പറയുന്നു. 315 എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം എന്താടാ PSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും രൂപം കൊള്ളുന്നത് ആർട്ടിക്കിൾ 315 പ്രകാരമാണ്. 315 മുതൽ 323 വരെ എന്തിനെ പറ്റിയാ പറയുക? പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി. ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടയില്ലാതെ 309 നിയമനവും സേവന വ്യവസ്ഥകളും. കേന്ദ്രത്തെ സംബന്ധിച്ച് നിർമ്മിക്കുന്നത് പ്രസിഡന്റ്, ചട്ടങ്ങൾ. നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെൻറ്റ്. സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച് ചട്ടങ്ങൾ നിർമ്മിക്കുന്നത് ഗവർണർ അല്ലെങ്കിൽ കേരള സംസ്ഥാന ഗവൺമെൻറ്. പിന്നെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് സംസ്ഥാന നിയമസഭ. പിന്നെ 310 ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, ഡ്യൂറേഷൻ ഓഫ് സർവീസിനെ പറ്റിയാണ് അവിടെ പറയുന്നത് അല്ലേ. പിന്നെ വരുന്നത് എന്താണ്? 311 സിവിൽ സർവീസുകൾക്കുള്ള സുരക്ഷയെ പറ്റി പറയുന്നു. 312 ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റി പറയുന്നു. വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അപ്പോൾ ഇനിയൊരു ചോദ്യം. 14ാം രാവ് ഉദിച്ചല്ലോ, ഭരണഘടനയുടെ 14ാം ഭാഗത്തേക്ക് നമ്മൾ എത്തിയല്ലോ. അവിടെ 309 ആർട്ടിക്കിൾ 309 പ്രകാരം രൂപീകരിച്ച പ്രധാനപ്പെട്ട ചട്ടങ്ങൾ. നിങ്ങളിപ്പോൾ സിവിൽ സർവീസിലേക്ക്, കേരള സിവിൽ സർവീസിലേക്ക് ജോലി കിട്ടി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈബിളായി സൂക്ഷിക്കേണ്ട 4 ചട്ടങ്ങളുണ്ടപ്പാ. അതിലൊന്ന് KS&SSR ആണ്. അത് 1958 ഈ ഡേറ്റ് അറിയണം. KS&SSR എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം അറിയണം കേട്ടോ. കേരള സ്റ്റേറ്റ് സർവീസസ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. 1958 ഏറ്റവും ആദ്യം 57 കേരള ഗവൺമെൻറ് വന്നു. 58 കേരള സ്റ്റേറ്റ് സർവീസ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപീകരിച്ചു 1958. അതിൽ എന്താ കുഞ്ഞുങ്ങളെ പറയുക? നിയമനം, പ്രൊമോഷൻ തുടങ്ങിയ നിങ്ങൾക്ക് നിയമനം നൽകുന്നത് എങ്ങനെയാണ്? ആ PSCയുടെ റൊട്ടേഷൻ ചാർട്ടുകളും എല്ലാം ഇതിലാ വരിക. KS&SSR. PSC എങ്ങനെ നിയമന ശുപാർശ ചെയ്യണം, ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ നിയമനം നടത്തണം, നിങ്ങൾക്ക് എങ്ങനെ പ്രൊമോഷൻ നൽകണം, ഇതൊക്കെയാണ് അതിൽ പറയുക. അപ്പോൾ ഒരു പ്രശ്നം, നിങ്ങൾക്ക് ശമ്പളം വേണം, TA വേണം, ലീവ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് KSR, കേരള സർവീസ് റൂൾ എന്ന് പറയുന്ന 1959 വന്ന ഇതിൽ പറയുന്ന ശമ്പളം, പെൻഷൻ, യാത്രപ്പടി, ലീവുകൾ, ഇതെല്ലാം രൂപം കൊണ്ടത് 309 പ്രകാരം. ഇനി കേരള സിവിൽ സർവീസസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ. നമുക്കറിയാം കേരള സിവിൽ സർവീസിന് 2 ആയിട്ട് തിരിച്ചിട്ടില്ലേ? അവിടെ സ്റ്റേറ്റ് സർവീസ് ഇല്ലേ, സബോർഡിനേറ്റ് സർവീസ് ഇല്ലേ? സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നുള്ള തരംതിരിവുകളെ പറ്റി പറയുന്നു ഈ ചട്ടത്തിലാണ്. കേരള സിവിൽ സർവീസസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടില്ലേ, നിങ്ങൾക്ക് ഡിസ്മിസ് കിട്ടില്ലേ, നിങ്ങളുടെ ഇൻക്രിമെന്റ് ബാർ ചെയ്യില്ലേ, നിങ്ങളെ സെൻസർ ചെയ്യില്ലേ? ഈ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതും ഈ ചട്ടമനുസരിച്ചാണ്. കേരള സിവിൽ സർവീസ് തരംതിരിവുകൾ ചട്ടങ്ങൾ അനുസരിച്ചാണ്. കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ്. മലയാളത്തിൽ പറഞ്ഞാൽ കേരള സിവിൽ സർവീസസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ. ഇനി അടുത്തത് കേരള ഗവൺമെൻറ് സെർവൻറ്റ് കോൺട്രാക്ട് റൂൾ. നമുക്ക് സർവീസിൽ കയറി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ അത് ഗവൺമെൻറ് അനുമതിയോടുകൂടിയേ പറ്റൂ. നമുക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. അതിനെപ്പറ്റി പറയുന്നതാണ് എന്താണ് 1960 കേരള ഗവൺമെൻറ് സെർവൻസ് കോൺട്രാക്ട് റൂൾ. നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങളെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും തന്നിട്ട് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചുണ്ടായി? 309. എന്തുകൊണ്ടുണ്ടായി?
സിവിൽ സർവീസിനെ പറ്റിയുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അനുവാദം ആർക്കാണുള്ളത്? ഗവർണർക്കാണ്, സംസ്ഥാന ഗവർണർക്കാണ്, സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അത് കൊടുത്തിരിക്കുന്നത് 309 അതാണ് കാര്യം. പക്ഷെ അവിടെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ചട്ടങ്ങൾക്ക് നിയമപ്രാബല്യം ലഭിക്കണമെങ്കിൽ സംസ്ഥാന നിയമസഭ ഒരു നിയമം പാസ്സാക്കുകയും അതിലെ ഏതെങ്കിലും ഒരു പ്രൊവിഷനിലൂടെ ഈ ചട്ടങ്ങൾക്ക് നിയമപ്രാബല്യം നൽകുകയും വേണം. അങ്ങനെ ഒരു ചട്ടം നമ്മുടെ കേരളത്തിലുണ്ട്. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നിയമസഭ പാസ്സാക്കിയ ഒരേ ഒരു നിയമം മാത്രം പഠിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. 1968 കേരള പബ്ലിക് സർവീസസ് ആക്ട്. കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ 309 പ്രകാരം രൂപീകരിച്ചതാണ്. ഇതിന് നിയമപ്രാബല്യം നൽകിയത്, ഈ ചട്ടങ്ങളെ ക്രമപ്പെടുത്തിയ നിയമസഭ പാസാക്കിയ ആക്റ്റാണ് 1968 കേരള പബ്ലിക് സർവീസസ് ആക്ട്. ഓക്കെ അല്ലേ മക്കളെ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ശരിയാണോ മക്കളെ? 2 ഉണ്ട്. തിരഞ്ഞെടുക്കുക, നിയമിക്കുക. തെരഞ്ഞെടുക്കുന്നത്, കേരള സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്, അഡ്വൈസ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ. ശരിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസ് ആണിത്. എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ശരിയാണ്. നമ്മുടെ കേന്ദ്ര സിവിൽ സർവീസിന് സമാനമായി, കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സമാനമായി നമ്മൾ കേരളത്തിൽ രൂപപ്പെടുത്തിയത് ഇന്ത്യൻ സിവിൽ സർവീസ് അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കേട്ടോ, കേന്ദ്ര ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സമാന്തരമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. കറക്റ്റാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് 2018 ജനുവരി 1 ഇതെല്ലാം ശരിയാണ് മക്കളെ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നിങ്ങൾ കാസിനെ പറ്റി ഈ 3 പോയിന്റ് മനസ്സിലാക്കണം. പിന്നെ മാത്രമല്ല, നമ്മുടെ 3ാം ഭരണപരിഷ്കാര കമ്മീഷനുണ്ട്. EK നായനാരുടെ നേതൃത്വത്തിലുള്ള 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ് ഇങ്ങനെ കാസ് നടപ്പാക്കണമെന്ന് കേരള ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്ത ഒരു കമ്മീഷനാണത്. അപ്പോൾ ആ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ. അയ്യോ സാറേ, ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഞങ്ങൾ എങ്ങനെ പഠിക്കും എന്നൊന്നും ചോദിക്കല്ലേ. നിങ്ങൾ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി, നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, നിങ്ങളുടെ സർവീസ് ഹിസ്റ്ററി, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്പാർക്ക്. അതങ്ങ് പറഞ്ഞേച്ചാൽ മതിയെന്നേ, അതങ്ങ് പറയുക കുട്ടികളെ. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ സ്പാർക്ക്. അപ്പോൾ അവിടെ കൊണ്ട് തീർന്നെന്ന് കരുതല്ലേ. സ്പാർക്കിൻ്റെ ഫുൾ ഫോം പഠിക്കണം. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. ഇതിൻ്റെ പർപ്പസ് എന്താണ്? സമഗ്രമായ പേഴ്സണൽ ആൻഡ് പേറോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിനെ നിങ്ങൾ ഈ സ്പാർക്കിൽ അംഗമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു യുണീക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് തരും, ID തരും. അതിൻ്റെ പേര് പെൻ എന്നാണ്. ആ പെന്നിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. പെർമനൻ്റ് എംപ്ലോയി നമ്പർ. അത് ഓരോ എംപ്ലോയിക്കും പ്രത്യേകം പെർമനൻ്റ് എംപ്ലോയി നമ്പർ തരും. ആ നമ്പറിലായിരിക്കും പിന്നെ സ്പാർക്കിൽ നമ്മൾ അറിയപ്പെടുക. പിന്നെ സാലറി ആൻഡ് പേറോൾ പ്രോസസ്സിങ്. നമ്മുടെ സാലറിയും പേറോളും പ്രോസസ്സ് ചെയ്യുക. ഓൺലൈൻ ലീവ് മാനേജ്മെൻറ്റ്, അതുപോലെ സർവീസ് ഹിസ്റ്ററി, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇൻക്രിമെൻറ്റ്, പെൻഷൻ, ഇതെല്ലാം അതിൽ രേഖപ്പെടുത്തപ്പെടും. ഈ സർവീസ് ബുക്കും അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ സ്പാർക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പാണ്. കാരണം ഒരു 500 രൂപ നിങ്ങൾ സർവീസിൽ കയറിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഈ പദ്ധതി നൽകും. അതിൻ്റെ പേര് മെഡിസെപ്പ് എന്നാണ്. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ അറിയണ്ടേ. ഇതിൻ്റെ ഫുൾ ഫോം അറിയണം. മെഡിസെപ്പിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. എന്താണ് അവിടെ? മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഇത് എന്ന് തൊട്ടാ നടപ്പിൽ വന്നത്? 2022 2022 ജൂലൈ 1 മുതലാണ് ഇത് നിലവിൽ വന്നത്. ഇതിന് മന്ത്ലി പ്രീമിയമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് 500 രൂപ. ഇപ്പോൾ അത് കൂട്ടാനുള്ള ശ്രമം നടന്നു വരുന്നു. ചിലപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തോളണം. ഇനി വരുന്ന വാർത്തകൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ 500 രൂപയാണ് അടയ്ക്കുന്നത്. ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. മെഡിസെപ്പിൻ്റെ നമ്മുടെ പാർട്ട്ണറായി, കേരള ഗവൺമെൻറ് പാർട്ട്ണറായി പ്രവർത്തിക്കുന്നത് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. കാരണം ഈ രൂപ പിരിച്ച് സർക്കാർ കൊടുക്കുന്നത് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ്.
ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്നൊരു ചോദ്യം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതിൻ്റെ ചെയർമാൻ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ആരാണ്? ശ്രീ പിണറായി വിജയനാണ്. പിന്നെ എന്താണ് സംശയം? ഇതൊക്കെയാണോ ചോദ്യം? ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടും സാർ. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ എന്ന് പറയണം. പക്ഷേ അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ എന്ന് പറയാം. എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറി എന്ന് പറയണം. ചീഫ് സെക്രട്ടറി. ഇപ്പോൾ ഡോക്ടർ ജയതിലകല്ലേ ചീഫ് സെക്രട്ടറി? അതെ. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് എടുത്ത് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറി എന്ന് പറയണം. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാലും ചീഫ് സെക്രട്ടറി എന്ന് പറയണം. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. സംസ്ഥാന ദുരന്ത നിവാരണ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി. എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ചീഫ് സെക്രട്ടറി പറയണം. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജയതിലകാണ്. അത് മാറുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തോളണം. പിന്നെ പലപ്പോഴും കൂടുതൽ ചോദിക്കുന്ന വൈസ് ചെയർമാനെ പറ്റിയാണ്. നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വരരുത്, റവന്യൂ മന്ത്രി ഇപ്പോൾ രാജനാണ് കേട്ടോ, ശ്രീ കെ രാജനാണ്. വൈസ് ചെയർമാൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, അത് റവന്യൂ മന്ത്രിയാണ്. നോക്കുക, ഈ ലിസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നോക്കൂ, സ്വയംഭരണാവകാശമില്ലാത്ത ഒരു നിയമസ്ഥാപനം പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. പലർക്കും ഒരു സംശയം, സ്വയംഭരണാവകാശം ഇല്ലാത്ത ഒരു നിയമസ്ഥാപനമാണ്. 2005 ഡിസാസ്റ്റർ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഇത് രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിയമസ്ഥാപനമാണ്. പക്ഷേ പലർക്കും ഇതിന് സ്വയംഭരണം ഉണ്ടെന്ന് കരുതുന്നു. ഇല്ല, സ്വയംഭരണം ഇല്ല. സ്വയംഭരണം ഇല്ലാത്ത ഒരു നിയമസ്ഥാപനം, അത് മനസ്സിലാക്കി വെക്കണം. പിന്നെ പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഇത് നിലവിൽ വന്നത് എന്നാണെന്നാണ്. നിലവിൽ വന്നത് മക്കളെ 2005 നിയമം, ദുരന്ത നിവാരണ നിയമം +2 2007 മെയ് 4 2007 മെയ് 4 കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത്. അന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? അല്ലെങ്കിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ആളായിരിക്കണമല്ലോ. അത് VS അച്യുതാനന്ദനാണ്. 2007 VS അച്യുതാനന്ദനായിരുന്നു ചെയർമാനായി വരിക. മുഖ്യമന്ത്രിയാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് സെക്രട്ടറിയാണ്. വൈസ് ചെയർമാൻ വരുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അതൊക്കെ നമുക്കറിയാം. ഇനി അംഗങ്ങളായ മറ്റു മന്ത്രിമാരാരൊക്കെയാണ്? കൃഷി, ആഭ്യന്തരം മന്ത്രിമാരാണ്. അപ്പോൾ ചോദിക്കും, താഴെ പറയുന്നതിൽ ഏതൊക്കെ മന്ത്രിമാരാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗമായി വരുന്നതെന്ന് ചോദിച്ചാൽ ചെയർമാനായ മുഖ്യമന്ത്രി അംഗമാണ്, വൈസ് ചെയർമാനായ റവന്യൂ മന്ത്രി അംഗമാണ്, പിന്നെ 2 മന്ത്രിമാരുണ്ട്, കൃഷി മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. പക്ഷേ നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരാളാണ് അംഗമായിട്ട് വരുന്നത്. പക്ഷേ എങ്കിലും നിയമപ്രകാരം കൃഷി, ആഭ്യന്തരം, റവന്യൂ, പിന്നെ മുഖ്യമന്ത്രി, ഇത്രയും പേരാണ് മന്ത്രിമാരെന്നുള്ള രീതിയിൽ ഇതിൽ വരുന്നത്. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. താഴെ തരുന്നതിൽ ഏതൊക്കെ മന്ത്രിമാരാണ് ഇതിൽ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓർക്കണം, റവന്യൂ മന്ത്രി വരും, മുഖ്യമന്ത്രി വരും, കൃഷിമന്ത്രി വരും, ആഭ്യന്തരമന്ത്രി വരും. അതിൽ മുഖ്യമന്ത്രി ചെയർമാനാണ്, റവന്യൂ മന്ത്രി വൈസ് ചെയർമാനാണ്, മറ്റുള്ളവർ അംഗങ്ങളാണ്. പിന്നെ ഇതിൻ്റെ മെമ്പർ സെക്രട്ടറി ആരാണെന്നൊരു ചോദ്യം ചോദിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിങ്ങൾക്കറിയാം, ചീഫ് സെക്രട്ടറിയാണ്. എന്നാൽ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ആ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ തലവനാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരിക. ഇതിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാനായി വരിക ചീഫ് സെക്രട്ടറിയാണ്. ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ജില്ലാതല ദുരന്ത നിവാരണ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണ്, ജില്ലയുടെ തലവനായ ജില്ലാ കളക്ടറാണ്. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു ആപ്തവാക്യമുണ്ട്. നമ്മളെ സുരക്ഷയിലേക്ക് നയിക്കുക, ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ അത് പറയുക സുരക്ഷായനം, സുരക്ഷായനം. പിന്നെ നമ്മളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പോയിന്റാണ്, കാറ്റഗറി 1 വരുന്ന ദുരന്തങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കാറ്റഗറി 1 വരാത്ത ദുരന്തങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കാറ്റഗറി 1 വരുന്നതും കാറ്റഗറി 2 വരുന്നതുമായ ദുരന്തങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. കാറ്റഗറി 1 വരുന്നത് ജലജന്യമായ ദുരന്തങ്ങളാണ്. ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോഴല്ലേടാ പ്രളയമുണ്ടാകുക. മഴ ഏറെക്കാലം പെയ്യാതിരുന്നാൽ വരൾച്ചയുണ്ടാകും. മഴക്കാലം അങ്ങനെ വരുമ്പോഴല്ലേ, കാർമേഘങ്ങൾ വരുമ്പോഴല്ലേ ഇടിമിന്നൽ ഉണ്ടാവുക, ചുഴലി ഉണ്ടാവുക. അപ്പം ഇതൊക്കെ ജലജന്യമായി വരുന്ന, കാലാവസ്ഥാജന്യമായി വരുന്ന ആ ആപത്തുകളൊക്കെ തന്നെ, ദുരന്തങ്ങളൊക്കെ തന്നെ കാറ്റഗറി 1 വരുന്നു. പ്രളയം, വരൾച്ച, ഇടിമിന്നൽ, ചുഴലി. ഇനി കാറ്റഗറി 2 ഏതാ? ഭൂവൽക്കത്തിനുണ്ടാകുന്ന ചലനം മൂലം, ഭൂമിക്കുണ്ടാകുന്ന ചലനം മൂലം ഉണ്ടാകുന്ന സുനാമി, ഭൂകമ്പം,
ഉരുൾപൊട്ടൽ, ഇവയൊക്കെ കാറ്റഗറി 2. ഇത് രണ്ടും പഠിച്ചു വെക്കണം. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കേട്ടോ. കാറ്റഗറി 1 വരുന്നത്, കാറ്റഗറി 2 വരുന്നത്, കാറ്റഗറി 1 വരാത്തത്, കാറ്റഗറി 2 വരാത്തത്. അവർക്ക് ഇഷ്ടം പോലെ ചോദിച്ചോട്ടെ. ഈ 4 ചോദ്യങ്ങളായി ഇവർ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇത് രണ്ടും പഠിച്ചാൽ മതി. കാറ്റഗറി 1 വരുന്നത് പ്രളയം, വരൾച്ച, ഇടിമിന്നൽ, ചുഴലി. കാറ്റഗറി ഓർത്താൽ മതി, പ്രളയം നമ്മുടെ ജലജന്യമായിട്ടുള്ളത്. കാറ്റഗറി 2 വരുന്നത് ഏതാണ്? ഭൂവൽക്കത്തിന്റെ ചലനം മൂലം ഉണ്ടാകുന്നത്. സുനാമി, ഭൂകമ്പം, ഉരുൾപൊട്ടൽ. ഓക്കെ. ഇനി ഒരു ദുരന്തമുണ്ടായാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് സീക്വൻസ് ആയിട്ട് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇതെങ്ങനെ എഴുതണം. തയ്യാറെടുപ്പ്, ആദ്യം നടത്തേണ്ട തയ്യാറെടുപ്പ്, പ്രിപ്പയർഡ്നെസ്. റെസ്പോൺസ്, പ്രതികരണം. പിന്നെ വീണ്ടെടുക്കൽ, പിന്നെ ലഘൂകരണം. ഈ രീതിയിൽ വേണം എഴുതാൻ. തെരഞ്ഞെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. ഇതിന് ഞാനൊരു ഭേദഗതി കൂടെ പറയുകയാണ്. ചിലപ്പോൾ ഈ ലഘൂകരണം എന്നുള്ളത് ആദ്യം കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ അവസാനം ലഘൂകരണം കാണത്തില്ല. അങ്ങനെയും പറയാം. ലഘൂകരണം ആദ്യം പറഞ്ഞിട്ട് ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ എന്ന് പറയാം. അല്ലെങ്കിൽ തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം എന്ന് പറയാം. കാരണം നമുക്കൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ദുരന്തമുണ്ടായാൽ അത് ലഘൂകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. ദുരന്തം ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ ലഘൂകരണം വേണമെങ്കിൽ ആദ്യത്തേക്ക് എടുക്കാം. ഇനി ദുരന്തം ഉണ്ടായാൽ അത് നേരിടാനുള്ള തയ്യാറെടുപ്പ്, അതെടുക്കാം. പിന്നെ ദുരന്തമുണ്ടെന്ന് കണ്ടാൽ അവിടെയുള്ള പ്രതികരണം, പിന്നെ അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് വീണ്ടെടുക്കൽ, അങ്ങനെ വരാം. അപ്പോൾ ലഘൂകരണം ആദ്യം പറയാം, അവസാനം പറയാം. വേണമെങ്കിൽ നമുക്ക് തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം എന്ന് പറയാം. അല്ലെങ്കിൽ ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ എന്ന് പറയാം. ഇങ്ങനെയാണ്. ഒന്നുകിൽ ലഘൂകരണം ആദ്യം വരണം, അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ആദ്യം വരണം. തയ്യാറെടുപ്പ് ആദ്യം വന്നാൽ ലഘൂകരണം അവസാനം വരും. ലഘൂകരണം ആദ്യം വന്നാൽ അവസാനം ലഘൂകരണം ഇല്ല. അപ്പോൾ ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഇനി കുറേ അലർട്ടുകൾ കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നമ്മളെപ്പോഴും കേൾക്കുന്നതാണെന്നേ ഈ പച്ച അലർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ജാഗ്രത പാലിക്കേണ്ട കാര്യമില്ല. അതായത് 6 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള മഴയാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അവിടെ പച്ച അലർട്ടാണ് തരിക, ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമില്ല. ഇനി മഞ്ഞ വന്നാൽ കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം, പക്ഷെ ഭയപ്പെടേണ്ട. ഒന്ന് നിരീക്ഷിക്കണം, പക്ഷെ ഭയപ്പെടേണ്ട. അവിടെ 6 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. 6 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മൂന്നാമത് വരുന്നത് ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് വന്നാൽ നിങ്ങൾ സമാധാനകാംക്ഷിയായിട്ടൊന്നും ഇരിക്കരുത്, അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ്. നിങ്ങളവിടെ നമുക്ക് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ തയ്യാറെടുപ്പ് നിങ്ങൾ ആരംഭിക്കണം. ഓറഞ്ച് അലർട്ട് വന്നാൽ തയ്യാറെടുപ്പ് നടത്തണം. സാധനങ്ങളൊക്കെ എടുത്ത്, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒരു വലിയ ബാഗിലാക്കി ഒക്കെ വെക്കണം. ഒരു ദുരന്തം വന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ ഒപ്പം സാധനങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ തയ്യാറെടുപ്പ് തുടങ്ങണം. പിന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ മുന്നൊരുക്കം നടത്തണം. ഏതൊക്കെ സ്കൂളുകൾ വേണമെന്നൊക്കെ തീരുമാനിക്കണം. ഇതൊക്കെ ചെയ്യണം. അവിടെ 6 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയാണ്. 6 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയാണ്. ഇനി മഴ 20 സെൻറ്റിമീറ്റർ കടന്നാൽ അത് അതിതീവ്ര മഴയാണ്. അവിടെ ആളുകളെ നമ്മൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക ഉൾപ്പെടെയുള്ള കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണ്. ചുമപ്പലർട്ട് എബവ് 20 സെൻറ്റിമീറ്റർ. ഈ 4 അലർട്ടുകളും എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിച്ചു വയ്ക്ക്. പരീക്ഷയ്ക്ക് വേണ്ടിയല്ലടാ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടതല്ലേ. അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്കും പ്രയോജനപ്പെടും, റാങ്ക് ലിസ്റ്റിലും കയറും, ജോലിയും കിട്ടും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കടക്കുന്നത് നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിലേക്കാണ്. കാലക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. ഒരു തലചുറ്റലും ഉണ്ടാവരുത്. നമ്മുടെ PSCയുടെ ഒരു മുൻ ക്വസ്റ്റ്യനാണിത്. ഇത് അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ ഭൂപരിഷ്കരണം എന്ന ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിൽ ഉള്ളിടത്തോളം എന്താണ് പണ്ടാരപ്പാട്ട വിളംബരമെന്ന് നിങ്ങൾ അറിയണം. 1865 ആയില്യം തിരുനാൾ മഹാരാജാവ് പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ട വിളംബരം. ആർക്കാടാ അറിയാത്തത് പണ്ടാരപ്പാട്ട വിളംബരം? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം, പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ. 1867 ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ. മനസ്സിലായില്ലേ? നമ്മുടെ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ കർഷകരുടെ രക്ഷയ്ക്കെത്തിയ ആ രാജാവ് ആയില്യം തിരുനാൾ. 1865 പണ്ടാരം വകഭൂമിയിൽ കുടിയാന്മാർക്ക് സ്ഥിരാവകാശം നൽകിക്കൊണ്ട് പണ്ടാരപ്പാട്ട വിളംബരം അദ്ദേഹം പുറപ്പെടുവിക്കുന്നു. 1867 2 വർഷങ്ങൾക്ക് ശേഷം
കുടിയാന്മാർക്ക് ജന്മിമാരുടെ ഭൂമിയിൽ കുടികിട അവകാശം നൽകിക്കൊണ്ട് ആയില്യം തിരുനാൾ ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിക്കുന്നു. വിപ്ലവകരമായ 2 കാര്യങ്ങൾ നിങ്ങൾ അറിയണം. 65, 67. പിന്നെ കൊച്ചി എന്ന് വേറൊരു നാട്ടുരാജ്യമാണ്. അവിടെ കൊച്ചി കുടിയായ്മ നിയമം വന്നു. ഭൂവുടമമാരുടെ അധികാരം ഒരു മൊത്തത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, നിയന്ത്രിക്കുന്ന ഒരു നിയമമായിരുന്നു കൊച്ചി കുടിയായ്മ നിയമം. അത് 1914 ഓർക്കണം. ഫ്രഞ്ച് റവല്യൂഷന് 3 വർഷം മുമ്പ്, ഫ്രഞ്ച് റവല്യൂഷൻ 1917 അല്ലേ, അതിന് 3 വർഷം മുമ്പ് 1914. പിന്നെ 1929 1929 മലബാർ കുടിയായ്മ നിയമം. കർഷകർക്ക് നാമമാത്രമേ അവകാശങ്ങൾ മലബാറിലെ കർഷകർക്ക് ലഭിച്ച നിയമമാണ് 1929 മലബാർ കുടിയായ്മ നിയമം. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് ഉള്ള അതിപ്രധാനമായ 4 ഭൂപരിഷ്കരണ സംരംഭങ്ങളെ വർഷത്തോടുകൂടി നിങ്ങൾ ഓർത്തിരിക്കൂ. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തതൊന്നുമല്ല, പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം, ആയില്യം തിരുനാൾ. 1867 ജന്മി കുടിയാൻ വിളംബരം, ആയില്യം തിരുനാൾ. 1914 കൊച്ചി കുടിയായ്മ നിയമം, ഭൂവുടമമാരുടെ അധികാരം നിയന്ത്രിക്കുക. 1929 മലബാർ കുടിയായ്മ നിയമം, കർഷകർക്ക് നാമമാത്രമായ അവകാശം ലഭിച്ചു. 1957 നമുക്കൊരു മന്ത്രിസഭയുണ്ടായി. 56 കേരള സംസ്ഥാനം രൂപം കൊണ്ടു. 57 മന്ത്രിസഭയുണ്ടായി. അവിടെ നിയമസഭ രൂപം കൊണ്ടതിന് ശേഷം ആദ്യമുണ്ടാക്കിയ നിയമം അതാണ് കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം. 1957. അതിന് ഇംഗ്ലീഷിൽ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957 എന്ന് പറയുന്നു. ഇത് ആക്ട് നമ്പർ 1 ആയിരുന്നു. നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പാസാക്കിയ നിയമമാണ് കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം 1957. കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957 ആക്ട് നമ്പർ 1 ഓഫ് 1957 എന്നറിയപ്പെടുന്നു. എന്തിനാണ് ഇത് ചെയ്തത്? ആ മന്ത്രിസഭ ഒരു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജന്മിമാരെന്ത് ചെയ്തു? കുടിയാന്മാരെ അവരുടെ ഭൂമിയിൽ നിന്ന് അടിച്ചോടിക്കാൻ തുടങ്ങി. അതിനെ നിരോധിച്ചുകൊണ്ട്. കാരണം ഈ നിയമം വന്നു കഴിഞ്ഞാൽ കുടികിടപ്പവകാശം ഇവർക്ക് കിട്ടും, ഇവർക്ക് അവിടെ അവകാശം ലഭിക്കും. അപ്പോൾ അതിനു മുമ്പ് അവരെ അടിച്ചോടിച്ച് വിടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം 1957. കേരള ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ നിരോധിച്ച നിയമമാണത് കേട്ടോ. ഇനി കാലക്രമത്തിൽ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം വന്നത് പണ്ടാരപ്പാട്ട വിളംബരം 1865. പിന്നെ രണ്ടാമത് വന്നത് കൊച്ചി കുടിയായ്മ നിയമം അല്ലേ, കൊച്ചി കുടിയായ്മ നിയമം. മൂന്നാമത് വന്നത് മലബാർ കുടിയായ്മ നിയമം. ശരിയല്ലേ? അവസാനം നമുക്ക് കേരള സ്റ്റേറ്റ് രൂപം കൊണ്ടതിന് ശേഷം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം. അപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഉത്തരം വ്യക്തമായിട്ട് എഴുതാൻ കഴിഞ്ഞു കണ്ടോ. ഇനി ഇതൊന്നും പറഞ്ഞുകൂടെങ്കിലും പണ്ടാരപ്പാട്ട വിളംബരം 1865 ഏറ്റവും പഴയത് പണ്ടാരപ്പാട്ട വിളംബരമാണെന്ന് പറയുന്ന ആളിന് ഇവിടെ 3 എന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ എങ്ങും 3 ഇല്ല. ഇത് നമുക്ക് ഉത്തരമാണെന്ന് കരുതി എഴുതാൻ പറ്റും. പക്ഷേ അങ്ങനെയൊന്നുമല്ല പഠിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കി പഠിച്ചു പോകണം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പഠനം അതങ്ങ് ഉപേക്ഷിക്കുക. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോൾ നിങ്ങളതിൽ വീണു പോകും. പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയിൽ അത് ദോഷമുണ്ടാക്കും. നന്നായിട്ട് പഠിച്ചു പോകും. കേരള കാർഷിക ബന്ധ ബിൽ. ഇനി നമ്മളുടെ ഭൂപരിഷ്കരണത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം വന്ന ഒരു ബില്ലാണ് കേരള കാർഷിക ബന്ധ ബിൽ 1957. ഇത് തയ്യാറാക്കിയത് അച്യുതമേനോൻ അധ്യക്ഷനായ കമ്മിറ്റിയാണ്. ഇത് അവതരിപ്പിച്ചത് KR ഗൗരിയമ്മയാണ്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം 57 1-ാം നമ്പർ നിയമം എന്ന് പേരിലൊരു നിയമം വന്നില്ലേ, കുടിയൊഴിപ്പിക്കാൻ നിരോധന നിയമം. അത് നമുക്കറിയാം. പക്ഷേ ഭൂപരിഷ്കരണത്തിന് വേണ്ടി നിയമം ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റിയെ EMS മന്ത്രിസഭ നിയമിച്ചു. അതിൻ്റെ അധ്യക്ഷൻ അച്യുതമേനോനായിരുന്നു. അച്യുതമേനോൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി ഈ കാർഷിക ബന്ധ ബില്ലിൻ്റെ നക്കൽ തയ്യാറാക്കി. ആ ബില്ല് KR ഗൗരിയമ്മ നിയമസഭയിൽ അവതരിപ്പിച്ചു. EMS ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. നിയമസഭ അത് പാസ്സാക്കി. പക്ഷേ പ്രസിഡന്റ് അത് അംഗീകരിച്ചില്ല. അതുകൊണ്ടത് നിയമമായില്ല. അപ്പോൾ ഈ ശ്രമം ഭൂപരിഷ്കരണ നിയമം, ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമത്തിന് വേണ്ടിയുള്ള ശ്രമം കേരള കാർഷിക ബന്ധ ബിൽ 1957 പക്ഷെ അത് വിജയിച്ചില്ല, പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. എങ്കിലും ആദ്യ ശ്രമമാണത്. അപ്പോൾ കേരളത്തിൽ ഭൂപരിഷ്കരണത്തിന് വേണ്ടി ശ്രമിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ശ്രമിച്ച ആളാണ് EMS ആണ്, നടപ്പാക്കിയ ആളല്ല. ശ്രമിച്ച ആളാണ്, പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് EMS മന്ത്രിസഭ പുറത്തു പോവുകയും നമ്മുടെ പട്ടം താണ്ടുപിണ്ണയുടെ നേതൃത്വമുള്ള മന്ത്രിസഭ നിലവിൽ വരികയും ചെയ്തപ്പോൾ കേരള കാർഷിക ബന്ധ നിയമം 1960 വീണ്ടും നിയമസഭ അവതരിപ്പിച്ച് പാസാക്കി. അതിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചു. അന്ന് അവതരിപ്പിച്ച അന്നത്തെ റവന്യൂ മന്ത്രിയായ C ചന്ദ്രശേഖരൻ, അന്ന് മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയായിരുന്നു.
പക്ഷേ ഇത് പാസ്സാക്കി എല്ലാം ചെയ്തു, നിയമമായി. ഇത് നിയമമായില്ല, ബില്ലായിട്ട് നിൽക്കുകയായിരുന്നു, കാരണം പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. പക്ഷേ ഇത് നിയമമായി. അപ്പോൾ നിയമമായ ആദ്യത്തെ കേരള ഭൂപരിഷ്കരണ നിയമം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് കേരള കാർഷിക ബന്ധ നിയമം 1957 1960. നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ കാർഷിക ബന്ധ നിയമം അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ 1957 കാർഷിക ബന്ധ ബില്ലാണ്. മനസ്സിലായോ? അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇത് കോടതി തടഞ്ഞു, ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി കേരള നിയമസഭ പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച ആദ്യത്തെ ഭൂപരിഷ്കരണ സംരംഭം എന്ന് പറയുന്നത് ഇതാണ്, കേരള കാർഷിക ബന്ധ നിയമം 1960. പക്ഷേ കോടതി തടഞ്ഞുകൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതുവരെയുള്ള ശ്രമങ്ങൾ പരാജയമാണ്. അതിനുശേഷം നമ്മൾ വിജയത്തിലെത്തുന്നത് ഇതാണ്. നമ്മൾ മനസ്സിലോർത്ത് ഇപ്പോഴത്തെ നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അടിസ്ഥാനം ഈ നിയമമാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമം ആക്ട് നമ്പർ 1 ഓഫ് ആയിരുന്നു. നമ്മൾ 57 ആക്ട് നമ്പർ 1 ഓഫ് 1957 ഏതാ പറഞ്ഞേ? കുടിയൊഴിപ്പിക്കാൻ നിരോധന നിയമം. അതുപോലെ 1964 ആക്ട് നമ്പർ 1 ആണ് 1963 കേരള ഭൂപരിഷ്കരണ നിയമം. ഇത് വരുമ്പോൾ മുഖ്യമന്ത്രി ആർ ശങ്കറാണ്, അന്ന് PT ചാക്കോയാണ് ആഭ്യന്തര വകുപ്പും റവന്യൂവും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹമാണ് ഇത് അവതരിപ്പിച്ചത്. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു 9ാം പട്ടികയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? 9ാം ഷെഡ്യൂൾ. എടാ പറയടാ, 9ാം ഷെഡ്യൂൾ എന്തിനു വേണ്ടിയുള്ളതാണ്? അതായത് അന്ന് ഭൂപരിഷ്കരണ നിയമങ്ങൾ നിയമസഭകൾ പാസ്സാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഭൂവുടമകൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുകയും അവയൊക്കെ നിരോധിക്കപ്പെടുകയും നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അവിടെ ഇന്ത്യൻ പാർലമെന്റ് ഭരണഘടനാ ഭേദഗതിയിലൂടെ, നമ്മുടെ 1ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ എന്തു ചെയ്തു? 9ാമതൊരു ഷെഡ്യൂള് നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. കാരണം ഈ 9ാം ഷെഡ്യൂളിൽ ഒരു നിയമം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതാണ് ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ ചെയ്തത്. ഈ നിയമത്തെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. അതോടുകൂടി ഇത് രക്ഷപ്പെട്ടു. കാരണം ഇതിന് ഇനി ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നിയമമായി. അപ്പോൾ കേരളത്തിൽ നിയമസഭ അംഗീകരിച്ച് പ്രസിഡന്റ് ഒപ്പുവെച്ച് 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി നിയമസാധുത ലഭിച്ച ആദ്യ ഭൂപരിഷ്കരണ നിയമം 1963 കേരള ഭൂപരിഷ്കരണ നിയമം. ആർ ശങ്കർ മുഖ്യമന്ത്രി, PT ചാക്കോയാണ് അത് അവതരിപ്പിച്ചത്. അദ്ദേഹം അന്ന് റവന്യൂ മന്ത്രി. പക്ഷേ ഒരു പ്രശ്നമുണ്ടായത് 1964 1ാം നമ്പർ നിയമമാണ് ഈ 1963 കേരള ഭൂപരിഷ്കരണ നിയമം. ഈ നിയമം പാസ്സായി നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ശങ്കർ മിനിസ്റ്റർ താഴെ വീണു. പിന്നെ നമുക്ക് 3 വർഷം നമ്മളെ സംബന്ധിച്ച് എന്തില്ല? മന്ത്രിസഭ ഇല്ല, പ്രസിഡന്റ് ഭരണത്തിൽ അമർന്നുപോയി. പിന്നെ 1969 EMS മന്ത്രിസഭ വന്നപ്പോൾ ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണല്ലോ, ഇദ്ദേഹത്തിൻ്റെ നിയമത്തെ അതേപടി അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹം 1969 കേരള ഭൂപരിഷ്കരണ ഭേദഗതി ആക്ട് കൊണ്ടുവന്നു. അത് ആക്ട് നമ്പർ 35 ഓഫ് 1969. അത് EMS ആണ്, മുഖ്യമന്ത്രി KR ഗൗരിയമ്മ. പക്ഷേ ഇത് പ്രസിഡന്റിന് അയച്ചു. പ്രസിഡന്റ് അംഗീകരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ EMS മന്ത്രിസഭ നിലംപതിച്ചു. പിന്നെ വന്നത് C. അച്യുതമേനോനായിരുന്നു. C. അച്യുതമേനോൻ 1970 ജനുവരി 1 മുതൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി. 1970 ജനുവരി 1 മുതൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി. അപ്പോൾ ഇത് നമുക്കറിയാം, നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയും 1969 ഭേദഗതി നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഭൂപരിഷ്കരണം നമ്മൾ നടപ്പാക്കിയത്. അത് 1970 ജനുവരി 1 C. അച്യുതമേനോൻ മന്ത്രിസഭയാണ്. ഇനി ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കുടിയായ്മ സ്ഥിരത നൽകൽ, കുടികിടപ്പ് സ്ഥിരത നൽകൽ, ഭൂപരിധി നിർണയം, മിച്ചഭൂമി വിതരണം ചെയ്യൽ. ഇതാണ് ഇതിൻ്റെ സവിശേഷത. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകൾ? കുടിയായ്മ സ്ഥിരത നൽകൽ, കുടികിടപ്പ് സ്ഥിരത നൽകൽ, ഭൂപരിധി നിർണയം, മിച്ചഭൂമി വിതരണം ചെയ്യൽ. ഈ കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് C. അച്യുതമേനോനെ ഇത്തരണത്തിൽ നമ്മൾ ഓർക്കണം. 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ C. അച്യുതമേനോനാണ്. നോക്കണേ, 1970 ജനുവരി 1 കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര്? C. അച്യുതമേനോൻ. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആര്? C. അച്യുതമേനോൻ. 1957 സമഗ്ര ഭൂപരിഷ്കരണ നിയമം രൂപീകരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷനാര്? C. അച്യുതമേനോൻ. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം C. അച്യുതമേനോൻ എന്നാണ്. ഇനി കേരള ഭൂപരിഷ്കരണം നിലവിൽ വന്നത് 1970 ജനുവരി 1. അപ്പോൾ ഇതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് എന്നായിരിക്കും? 1970 ജനുവരി 1 + 50 2020 ജനുവരി 1 നമ്മൾ 50ാം വാർഷികം ആഘോഷിച്ചത്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കൂടെ ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ കേരള ഭൂപരിഷ്കരണമായി, അത് പൂർത്തിയായി.
കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച കേസ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതൊക്കെ നമുക്കറിയാം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രവർത്തികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇത്രയും പ്രവർത്തികളുണ്ട് കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ പോയിന്റ് മാത്രം നിങ്ങൾക്ക് തന്നതാണ്. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ അതിൽ നടത്തും. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ നടത്തും. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെയുണ്ട്. റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ കൂടി പഠിച്ചാൽ ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒന്നും മിസ്സാവില്ല. നോക്കൂ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005 പ്രകാരമാണ് 2005 പ്രകാരമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത്. ഈ നിയമം നിലവിൽ വരുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ. SGRY, NFWP എന്നീ 2 പദ്ധതികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന ഗ്യാരണ്ടി സ്കീം എന്ന ആ സ്കീം നമ്മൾ ഇന്ന് നടപ്പാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന, വിവരാവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു സംഘടന ഉണ്ടല്ലോ, MKSS, അത് തന്നെയാണ്. ഇനി ചോദിക്കുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്, നിയമമായത് എന്നാണെന്ന് ചോദിക്കും. അത് 2005 സെപ്റ്റംബർ 7. 2005 സെപ്റ്റംബർ 7 അത് നിയമമായി. പ്രാബല്യത്തിൽ വന്നത് 2006 ഫെബ്രുവരി 2. ഇത് എന്തിനാണ് ബാധകം? ഗ്രാമപ്രദേശങ്ങൾക്കാണ് ബാധകം. നഗരപ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതിയല്ല, ഗ്രാമപ്രദേശങ്ങൾ. ആരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ? പ്രായപൂർത്തിയായവർ. പ്രായപൂർത്തിയായവർ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സായവരാണ്? 18 വയസ്സുള്ളവർ. അപ്പർ ഏജ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങോട്ടുള്ള പ്രായം എത്ര? ഇപ്പോൾ 90 വയസ്സുള്ള ഒരാൾ ചെന്നാലും ആരോഗ്യമുണ്ടെങ്കിൽ അവൻ ഗ്രാമീണനാണോ? കൊടുത്തേ പറ്റൂ, തൊഴിൽ കൊടുക്കണം. അപ്പോൾ പ്രായപൂർത്തിയായവർക്ക് 18 വയസ്സ് 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ തൊഴിലാണ് കൊടുക്കുന്നത്. ലിംഗഭേദമില്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തൊഴിൽ നൽകും. 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ. ഇപ്പോൾ ജോബ് കാർഡ് കിട്ടിയവർക്ക് 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ നൽകും. പിന്നെ ഇതിനോടനുബന്ധിച്ചുള്ളൊരു സാധനമാണ്, രേഖയാണ് ജോബ് കാർഡ്. 5 വർഷം അതിന് സാധുതയുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത് കേട്ടോ. കേരളത്തിൽ ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുക, കാടും നാടും. കാടേതാ? പാലക്കാട്. നാടേതാ? വയനാട്. കാടും നാടും, പാലക്കാട്, വയനാട്. അതിനുശേഷം 2ാം ഘട്ടത്തിൽ വന്നത് കാസർഗോഡ്, ഇടുക്കി. കാസർഗോഡ്, ഇടുക്കി. മനസ്സിലായോ? കാസർഗോഡ്, ഇടുക്കി. അപ്പോൾ പാലക്കാട്, വയനാട് ആദ്യഘട്ടം, 2ാം ഘട്ടം കാസർഗോഡ്, ഇടുക്കി, 3ാം ഘട്ടത്തിൽ എല്ലാ ജില്ലകളിലും വന്നു. ഇനി ഇപ്പോഴത്തെ വേതനം ചോദിക്കും കേട്ടോ. നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇപ്പം 369 രൂപ കിട്ടും കുഞ്ഞുങ്ങളെ. 369 രൂപ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്ന് 23 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. നിലവിലെ വേതനം 369 രൂപയാണ്. ഓർക്കുക, ഒന്നായി മുന്നേറാമെന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ മിഷന്റെ ലോഗോയാണ് മക്കളെ. ഒന്നായി മുന്നേറാം, ഒന്നായി മുന്നേറാം. കുടുംബശ്രീ എന്ന ഉദ്യമത്തിൻ്റെ വാക്യമാണത്. അപ്പോൾ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. അത് ശരിയാണ്. നമുക്ക് തെറ്റായ പ്രസ്താവന കണ്ടെത്തിയാൽ മതി. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അതും ശരിയാണ്. അപ്പോൾ നെൽവയൽ എന്നതിൽ ചിറകൾ, ചാലുകൾ, കുളങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിലം നികത്തുന്നതിനുള്ള വീട് വയ്ക്കുന്നതിന് നിലം നികത്തുന്നതിന് അനുമതി കൊടുക്കുന്നതാണ് ജില്ലാതല അധികൃത സമിതി. അത് രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. അങ്ങനെയല്ല, ഈ ജില്ലാതല അധികൃത സമിതിക്ക് താഴെയായിട്ട് ഒരു പ്രാദേശിക തല നിരീക്ഷണ സമിതിയുണ്ട്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് ഔദ്യോഗിക അംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് കാലാവധിയില്ല. അനൗദ്യോഗിക അംഗങ്ങൾക്ക് 3 വർഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. ഇത് തെറ്റാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണെന്ന് പറയുന്നു. വില്ലേജ് ഓഫീസർ അല്ല, അവിടെ ആരാണ്?
കൃഷി ഓഫീസറാണ്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്, 3ഉം 4ഉം തെറ്റാണ്. ആ പോയിന്റുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലാണ് നെൽവയൽ നികത്താൻ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിൻ്റെ ചെയർമാൻ നമ്മൾ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ പ്രസിഡന്റ്, പിന്നെ കോർപ്പറേഷൻ്റെ മേയർ അല്ലേ. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ മേയർ. ഇങ്ങനെയാണിത് പോവുക. പിന്നെ ഇതിൽ അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരിൽ ഒരാൾ വരുമല്ലോ, പഞ്ചായത്ത് പ്രസിഡൻറ്റോ മുനിസിപ്പൽ ചെയർമാനോ മേയറോ വരും. അതുകൂടാതെ കൃഷി ഓഫീസറുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്. കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ. കൃഷി ഓഫീസർ കൺവീനർ കൂടിയാണ് കൃഷി ഓഫീസർ. പിന്നെ അനൗദ്യോഗിക അംഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തെ 3 കൃഷിക്കാരെ അനൗദ്യോഗിക പ്രതിനിധികളായി നിയമിക്കും. ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ പ്രാദേശിക തല നിരീക്ഷണ സമിതി. ഇതിൻ്റെ കൺവീനർ കൃഷി ഓഫീസറാണ്. ഇതിൻ്റെ മീറ്റിംഗ് കൂടുമ്പോൾ യോഗത്തിൽ 3 പേരെങ്കിലും ഹാജരായിരിക്കണം. യോഗത്തിൻ്റെ കോറം എന്ന് പറയുന്നത് 3ആണ്. ഈ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ കൺവീനർ കൃഷി ഓഫീസറാണെന്നുള്ളത് അറിയണം. പിന്നെ അംഗങ്ങളുടെ കാലാവധി അനൗദ്യോഗിക അംഗങ്ങൾക്ക് മാത്രമേ കാലാവധിയുള്ളൂ, അത് 3 വർഷമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. പിന്നെ കേരളത്തിലെ നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 നിങ്ങൾ ഓർക്കേണ്ടതാണ്. കേരളത്തിലെ നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം നിയമസഭ പാസ്സാക്കിയതെന്നാണെന്ന് ചോദിച്ചാൽ 2208 മനസ്സിലേക്ക് ഓടിയെത്തണം. 2008 ഇത് ആക്ട് നമ്പർ 28/2000. ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആക്ട് നമ്പർ 28/2008 എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു എളുപ്പമാർഗം ഈ 2008 ഉണ്ടല്ലോ, അതിൻ്റെ 2 0 വെട്ടിക്കളഞ്ഞാൽ മതി. ആക്ട് നമ്പർ 28 എന്ന് കിട്ടും. ആക്ട് നമ്പർ 28/2008 എന്നാണ് കേരളത്തിലെ നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം അറിയപ്പെടുന്നത്. കേരളത്തിൽ അവശേഷിക്കുന്ന നെൽവയലുകളും ജലാശയങ്ങളും നീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന സതുദ്ദേശത്തോടെ കേരള നിയമസഭ പാസ്സാക്കിയ നിയമമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഇത് പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 മുഖ്യമന്ത്രി അത് പാസ്സാക്കുമ്പോൾ VS അച്യുതാനന്ദനായിരുന്നു എന്ന കാര്യം ഓർക്കുക. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു. നമുക്കറിയാം. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാ? മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. 2015 മെയ് 25 കേരള സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പല പ്രാവശ്യം ചോദിച്ചു. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി സ്ഥാപിതമായത് 2015. നമ്മുടെ നീതി ആയോഗ് നിലവിൽ വന്ന 2015 ജനുവരി 1 നമ്മളുടെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുന്നത് 2015 മെയ് 25 കേരളത്തിലെ നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക കേട്ടോ. ഇനി ലോക തണ്ണീർത്തട ദിനത്തെപ്പറ്റി കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഫെബ്രുവരി 2 നമ്മൾ ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു. എന്തിനാണ് ഈ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്? 1971 അന്താരാഷ്ട്ര ഉടമ്പടി ഉണ്ടായി. തണ്ണീർത്തടങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷൻ, റംസാർ കൺവെൻഷൻ, അതിൻ്റെ വാർഷിക ദിനമാണ് ഫെബ്രുവരി 2. അതുകൊണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. ഇനി 2025 സ്വാഭാവികമായും ഫെബ്രുവരി 2 നമ്മൾ ലോക തണ്ണീർത്തട ദിനമായി ആചരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രമേയം എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇതാണ് 2025 തണ്ണീർത്തട ദിനം, ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം മുന്നോട്ട് വെച്ച പ്രമേയം. പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം 2025 നമ്മൾ പറഞ്ഞു നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഒരു സംശയവുമില്ല കേരളമാണ്. ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും, നമ്മുടെ ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാൻ, സംസ്ഥാനത്തിലെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ അല്ലേ ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക, വൃത്തിയായി സംരക്ഷിക്കുക. അങ്ങനെയുള്ളൊരു ജനകീയ ക്യാമ്പയിനാണ് നമ്മൾ തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് 2025 കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇത് സ്ഥാപിതമായത് 2025 ഓഗസ്റ്റ് 26 ഈ അടുത്ത് നടന്ന സംഭവമാണ്. ഇതിൽ ചെയർമാനും 4 അംഗങ്ങളും 3 വർഷമാണ് കാലാവധി.
കേരള സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ ആക്ട് 2025 നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മാർച്ച് 2021 പാസ്സാക്കി. ഗവർണർ 2021 ഏപ്രിൽ 24 അപ്രൂവ് ചെയ്തു. ഇത് 2024 ഡിസംബർ 21 മുതൽ മുൻകാല പ്രാബല്യം ഇതിന് കൊടുക്കുകയുണ്ടായി എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ സല്ലാപം പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, സല്ലാപം വയോജനങ്ങളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോഴെന്തായിരിക്കും അത്? അവരെ സംബന്ധിച്ച് വയോജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഏകാന്തതയാണ് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അവർക്ക് ടെലിഫോൺ വഴി മുതിർന്ന പൗരന്മാർക്കിടയിലെ ഏകാന്തത കുറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് സല്ലാപം പദ്ധതി. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മളിവിടെ തുടങ്ങി വെച്ചു. അത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് അത് തുടരാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ കുറേ സമയമായി. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സിൻ്റെ ദൈർഘ്യം കൂടുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൽ അവശേഷിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷാ, സുരക്ഷിതത്വം, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹ്യ, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങൾ, ഇത്രയും ടോപ്പിക്കുകൾ കൂടി ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ഒരു വീഡിയോയിലൂടെ സമഗ്രമായി, ഇപ്പോൾ തന്നതുപോലെ തന്നെ സമഗ്രമായി ചോദ്യങ്ങൾ ഉൾപ്പെടെ അവയുടെ വിശദീകരണം ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തൂ. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ക്ലാസ്സുകൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ? ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടോ? ഇത് തുടരേണ്ടതുണ്ടോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമാക്കുക. നിങ്ങളോടൊപ്പം എൻട്രി ടീമുണ്ട്. നിങ്ങൾ വിജയത്തിലേക്ക് കുതിക്കുക. അവിടെ സഹായവുമായി ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.